സ്വീറ്റ് എഗ് സമോസ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി 1 കപ്പ് മൈദാമാവാണ് എടുത്തിട്ടുള്ളത്. ഇതിന് പകരം 1/2 കപ്പ് ഗോതമ്പ് മാവും 1/2 കപ്പ് മൈദാമാവും കൂടെ വേണമെങ്കിലും ചേർക്കാം. ഇതിലേക്ക് 2 നുള്ളു ഉപ്പ്, 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കുഴച്ച് ഒരു അരമണിക്കൂർ മാറ്റി വയ്ക്കണം. ഇത് നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം മുകളിൽ കുറച്ച് എണ്ണ തടവി അടച്ച് മാറ്റി വയ്ക്കണം. തുറന്ന് വയ്ക്കരുത്. ആ സമയം കൊണ്ട് ഫില്ലിങ്ങിനായിട്ടുള്ള മുട്ടയും പഞ്ചസാരയും 1 തേങ്ങയുടെ പകുതിയാണ് ചേർക്കുന്നത്. അത് റെഡിയാക്കി എടുക്കാം. ഈ മാവ് നന്നായിട്ട് കുഴച്ചെടുത്ത് മുകളിൽ കുറച്ച് എണ്ണ തടവി മാറ്റി വെച്ചതിന് ശേഷം അരമണിക്കൂറിന് ശേഷം ഒന്നുകൂടെ ഇതൊന്ന് കുഴച്ചെടുക്കും. മൂന്ന് മുട്ടയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് പഞ്ചസാര അലിയുന്നത് വരെ ഒന്ന് അടിച്ച് എടുക്കണം. പാൻ അടുപ്പത്തേക്ക് വെച്ച് ചൂടായി വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം. ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് നുറുക്കിയത് ചേർത്ത് ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ വറുത്തെടുക്കണം. അണ്ടിപ്പരിപ്പ് ചെറിയൊരു ഗോൾഡൻ കളർ ആയതിനു ശേഷം പഞ്ചസാരയും മുട്ടയും കൂടെയുള്ള മിക്സ് ചേർത്ത് കൊടുക്കാം. 1 തേങ്ങയുടെ പകുതി തിരികെ എടുത്തതും കൂടെ ഇതിനകത്തേക്ക് ചേർക്കുന്നുണ്ട്. അത് നല്ലൊരു കുഴഞ്ഞ പാകത്തിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇതിനി നന്നായിട്ട് ഈ തേങ്ങയൊക്കെ വറുത്തെടുക്കുന്ന പോലെ നന്നായിട്ട് തരിതരിയായിട്ട് വിട്ട് വരുന്ന ആ ഒരു രീതിയാവുന്നത് വരെ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ച് വേണം ഇത് വറുത്തെടുക്കാൻ. ഇല്ലെങ്കിൽ മുട്ട ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് ബ്രൗൺ കളറായി പോകും. ഇതിലേക്ക് പകുതി തേങ്ങ തിരികെ എടുത്തതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇറക്കുന്നതിന് തൊട്ട് മുമ്പ് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്തിട്ടാണ് തണുക്കാനായിട്ട് പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുന്നത്. ഇത് ഫ്ലെയിം ഒരു മീഡിയത്തിലൊക്കെ വെച്ചിട്ട് വേണം ഇത് ചിക്കിയെടുക്കാൻ. ഇതിപ്പോൾ ഒരു കുഴഞ്ഞ ഒരു പാകത്തിലാണ് ഇരിക്കുന്നത്. നന്നായിട്ട് തരിതരിയായിട്ട് വിട്ട് വരുന്ന ആ ഒരു ഇതുവരെ ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇറക്കുന്നതിന് തൊട്ട് മുമ്പ് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് പരത്തിയെടുത്ത മാവിനകത്തേക്ക് ചേർക്കുന്നത്.
ഈ ഒരു പാകത്തിന് ഇത് മാറ്റി വയ്ക്കാം. മാവ് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് കൈകൊണ്ട് കുഴച്ചെടുക്കണം. ഇപ്പോൾ നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. ഒന്നുകൂടെ കൈകൊണ്ട് നന്നായിട്ട് കുഴച്ച് മൈദപ്പൊടി വിതറി ഓരോ ഉരുളകളായിട്ട് ഉരുട്ടി നീളത്തിന് പരത്തിയെടുക്കാം. ഇത് നീളത്തിന് പരത്തിയെടുത്തതിന് ശേഷം കത്തി കൊണ്ട് ചെറുതായിട്ടൊന്ന് വരഞ്ഞ് ആ ഒരു ഷേപ്പിലാണ് ഇത് വറുത്തെടുക്കുന്നത്. സാധാരണ ഒരു ത്രികോണ ഷേപ്പിൽ വേണമെങ്കിൽ ഇത് വറുത്തെടുക്കാം. ഞാനിപ്പോൾ ഇതിൽ ചെയ്യുന്നത് നീളത്തിന് പരത്തിയെടുത്തതിന് ശേഷം പകുതിക്ക് താഴോട്ട് കത്തി വെച്ച് വരഞ്ഞ് കുറച്ച് വെള്ളത്തിൽ ബ്രഷ് മുക്കി ആ താഴെ ഭാഗം ഫുള്ളും വെള്ളം വെച്ച് തടവും. എന്നിട്ട് മടക്കിയെടുക്കും. എന്നിട്ട് ആ സൈഡിൽ ആ ഫില്ലിങ് വയ്ക്കുന്ന ആ സൈഡ് ഒഴിച്ച് ബാക്കി ആ 3 സൈഡും വെള്ളം ഒന്ന് തടവിയതിന് ശേഷം ഫില്ലിങ് വയ്ക്കും. അപ്പം പകുതിക്ക് താഴോട്ടുള്ള ഭാഗം ഇങ്ങനെ വരഞ്ഞെടുക്കുക. ആദ്യം നീളത്തിന് പരത്തിയെടുത്തതിന് ശേഷം കട്ടി കുറച്ച് വേണം ഇത് പരത്തിയെടുക്കാൻ. സമോസ പരത്തിയെടുക്കുമ്പോൾ കട്ടി കുറച്ച് തന്നെയാണ് എപ്പോഴും പരത്തിയെടുക്കേണ്ടത്. ആ വരഞ്ഞ ആ ഭാഗം ഫുള്ളും ബ്രഷ് കൊണ്ട് വെള്ളത്തിൽ മുക്കി ഇത് വെള്ളം വെച്ച് തടവാം. അതിനുശേഷം മോൾ ഭാഗം താഴേക്ക് മടക്കിയെടുക്കും. അതിൻ്റെ നടുക്ക് ഭാഗത്തായിട്ടാണ് ആ ഫില്ലിങ് വയ്ക്കുന്നത്. അതൊഴിച്ച് ബാക്കി ആ 3 സൈഡും ഒന്നുകൂടെ വെള്ളം വെച്ച് ബ്രഷ് വെച്ച് തടവി കൊടുക്കാം. ആ 3 ഭാഗവും വെള്ളം വെച്ച് തടവിയതിന് ശേഷം നടുക്ക് ഫില്ലിങ് വെച്ച് ആ 2 സൈഡും മടക്കി ആ മുകളിലത്തത് താഴോട്ട് മടക്കി എടുക്കുമ്പോൾ ആ ഒരു ത്രികോണ ഷേപ്പാവും. ഈ വരഞ്ഞെടുക്കുന്നത് കൊണ്ട് ആ ഒരു ഷേപ്പും കൂടെ കിട്ടും. ആ ഒരു വ്യത്യാസം മാത്രമേ ഇതിലേ ഉള്ളൂ. വറുക്കാനായിട്ട് എടുത്തിരിക്കുന്നത് വെജിറ്റബിൾ ഓയിലാണ്. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വേണം ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് ഫ്ലെയിം ഒരു മീഡിയത്തിൽ വെക്കണം. ഇല്ലെങ്കിൽ പെട്ടെന്ന് ബ്രൗൺ കളറാവും.
പെട്ടെന്ന് കരിഞ്ഞു പോകും. ആ ഒരു ഗോൾഡൻ കളറിൽ വേണം ഇത് വറുത്ത് കോരാൻ. രണ്ട് സൈഡും തിരിച്ചും മറിച്ചും ഇട്ട് ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഇത് വറുത്തെടുക്കാം.